നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേറൊരു സർപ്രൈസ് വിഷു കൊടുക്കുകയാണ്. അതെ, ഹലോ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മലയാളികളുടെ സ്വന്തം മഞ്ജു വാര്യർ നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. പറയൂ മഞ്ജു വാര്യർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിഷു എങ്ങനെ പോകുന്നു? ഹലോ ഡിയർ. അല്ല, മഞ്ജുവിന് മനസ്സിലായോ? എന്നെ പോലെ എന്നെ തകർത്തോണ്ടിരിക്കുക. ഞാൻ എന്റെ പണി പോകുന്ന തോന്നുന്നു. കുറച്ചു നേരമായി മറ്റത് പഠിപ്പിച്ചു കൊടുക്കണേ. ഗുഡ് ബൈ. അത് അവസാനം മഞ്ജു ഇപ്പൊ വേറെ അവിടെ സംഭവിച്ചു. മഞ്ജു ചാക്കോച്ചനോട് ഒരു ഡാൻസ് ചെയ്തില്ലേ? ആ സ്റ്റെപ്പ് എന്നെ പഠിപ്പിച്ചു. ലോകത്ത് ഇതുപോലൊരു ഡാൻസ് പ്രേക്ഷകർ കണ്ടിട്ടില്ല. ഈ ഡാൻസ് ഇങ്ങനെയും ചെയ്യാന്ന് മനസ്സിലായി. പിന്നീട് അത് കാച്ചപ്പ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോ ഒരു യാത്രയിലാണ്. മഞ്ജു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയാം മഞ്ജു? ആ ഡാൻസിലെ ആ അരപ്പുണ്ടല്ലോ, അതാ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചത്. അതിനകത്തൊരു അരപ്പുണ്ട്. വീഡിയോ എനിക്ക് അയച്ചു തരണേ ചാക്കോച്ച? ചാക്കോച്ച അരപ്പ് എങ്ങനെയായിരുന്നു ചാക്കോച്ച? ഇങ്ങനെ ഒരു രസമായിരുന്നു അത്. ഓക്കെ, അത് അയച്ചു തരാം. അപ്പൊ മഞ്ജു, ഹാപ്പി വിഷു. ചാക്കോച്ചന്റെ പടം റിലീസാണ്. അല്ല, ഇന്ന് ദുരൂഹ സാഹചര്യത്തിൽ റിലീസ് ചെയ്യാണ് മഞ്ജു. അതിനെ വിളിച്ചതിലാണ് ഈ പിടിച്ചോണ്ട് വന്നത് ഇവിടെ കേട്ടോ. സൈക്കിളിലാണ് വന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. സൈക്കിളിൽ ചവിട്ടി എത്തിയത്. അപ്പം താങ്ക് യു വെരി മച്ച്. ദുരൂഹ സാഹചര്യം ഒരു ഗംഭീര സിനിമയാവട്ടെ, വിജയിക്കട്ടെ. അതേപോലെ ഞാൻ പെട്ടെന്ന് വാർത്താ അവതാരകനായി പോയി, സോറി. മറ്റെല്ലാ ഇന്ന് മറ്റു സിനിമകളും ഇറങ്ങുന്നുണ്ട്. മഞ്ജു പറഞ്ഞ കാര്യം, ഈ ചാക്കോച്ചൻ ഇടപെടൽ കാരണം ആ ദുരൂഹ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞ് കേട്ടില്ല. ഒന്നുകൂടെ ആശംസിക്കുന്നത്. പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസ് ആവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ ആസ്വദിക്കണം എന്ന് ഞാൻ പ്രേക്ഷകരോട് ഈ മാധ്യമത്തിൽ കൂടി പറയുകയാണ്. അപ്പൊ സന്തോഷമുണ്ടല്ലേ? സന്തോഷം. നമ്മുടെ തന്നെ സുഹൃത്ത് ടൊവിനോയുടെ സിനിമ പള്ളിച്ചട്ടമ്പിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ മഞ്ജുവിന്റെ സിനിമ 2 ദിവസം കഴിഞ്ഞ് റിലീസ് ചെയ്യുന്നുണ്ട്. തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ്. സിനിമ റിലീസ് ആവുന്നുണ്ട് സർ, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ അതിന്റെ പേര് പള്ളിച്ചട്ടമ്പി എന്നാണോ മറ്റേ സിനിമയുടെ പേര്? അല്ലേ, അല്ല, തമിഴ് സിനിമ വേറെ. തമിഴ് സിനിമ വേറെ. ഓക്കെ, അതിനും എല്ലാ ആശംസകളും. സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമകളും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമിഴ് തെരിയുമോ? വേഗം സ്നേഹാശംസകൾ. കന്യാകുമാരിയിലെ കന്യാകുമാരി വട്ടാരത്തിലെ താമസിച്ചു. അപ്പൊ മഞ്ജു, എനിക്ക് വന്ന മഞ്ജുവിന് ചെക്കിന് സമയമായെന്ന് തോന്നുന്നു. അപ്പൊ മുന്നോട്ട് കയറുക. സമയമുണ്ടെങ്കിൽ അവിടെ ചെക്കിനകത്ത് പോയിട്ട് ഞങ്ങളുടെ ചെലവിലൊരു ചായ കൂടെ കുടിച്ചു. ഓക്കെ ഡിയർ, താങ്ക് യു. ഇവിടെ എനിക്ക് ചായ കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. ഹാപ്പി വിഷു, എല്ലാം ഗംഭീരമാവട്ടെ. താങ്ക് യു ഡിയർ. വിഷു ആശംസകൾ. താങ്ക് യു മഞ്ജു, തിരക്കിനിടയിലും നമ്മളൊപ്പം ചേർന്നതിന് താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരായിരുന്നു നമുക്കൊപ്പുള്ളത്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.